അന്വേഷണം നടക്കുന്നതിന്റെ ഭാഗമായിട്ട് കുറെ ആളുകളെ നിരന്തരമായി ചോദ്യം ചെയ്യുകയും കസ്റ്റഡിയിൽ വെക്കുകയും ചില ആളുകളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും താഴേക്കടയിലുള്ള മനുഷ്യരാണ് ഇതിൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് സംശയിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഈ കേസിന്റെ ഒരു ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അതിനകത്ത് ഇതിൽ പല ആളുകൾക്കും അപ്പുറത്തു നിന്ന് വിവരങ്ങൾക്ക് പകരമായി പണം കൊടുത്തിരുന്നു എന്ന് ഇവർ കണ്ടെത്തുന്നുണ്ട്. കൊടുത്ത പണമായിട്ട് തുച്ഛമായ പൈസയാണ്. മാസം 10,000 രൂപ 5,000 രൂപയൊക്കെ ഇവർക്ക് പ്രതിഫലമായി കൊടുത്തിരുന്നുള്ളത് ഈ അന്വേഷണ സംഘം പറയുന്നു. അപ്പോൾ 10,000 രൂപയും 5,000 രൂപയൊക്കെ മാസം പ്രതിഫലമായി വാങ്ങി തങ്ങൾക്കറിയാവുന്ന വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന ആളുകൾ ഏറ്റവും താഴേക്കിടയിലുള്ള മനുഷ്യരായിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് മാത്രമാണോ ഇന്ത്യയുടെ പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്തുന്നവർ? ഇപ്പോൾ ലോകത്ത് തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്തപ്പെടുന്ന ഏറ്റവും ലൂസായിട്ടുള്ള സുരക്ഷാ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ് എന്ന് കാണാൻ പറ്റും. ഇന്ത്യയിൽ നമ്മൾ നിരന്തരമായി ഇത്തരം ചാരവൃത്തി കേസുകളുടെ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു സീരിയസ് ക്രൈസിസിനെ നേരിടുന്നുവെന്ന് തോന്നുന്നതുകൊണ്ടാണ് ഇപ്പം M-Shield 2.0 എന്ന് പറഞ്ഞൊരു പുതിയ സംവിധാനം കേന്ദ്ര സർക്കാർ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ്. എന്നുവെച്ചാൽ സൈനികരായ ആളുകൾ, പ്രതിരോധ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, ശാസ്ത്രജ്ഞർ, ഇവരുടെ എല്ലാം സോഷ്യൽ മീഡിയ ഇടപാടുകൾ, ഡിജിറ്റൽ സ്പേസിൽ ഇവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നിരന്തരമായി നിരീക്ഷിക്കാൻ, രഹസ്യങ്ങൾ ചോർത്തുന്നുണ്ടോ, അവരുടെ ഒഫീഷ്യൽ കാര്യങ്ങൾ അവർ സോഷ്യൽ മീഡിയയിൽ ആൾക്കാരുമായി ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടെത്താനും വിവരങ്ങൾ ചോർന്ന് തടയാനും ഒരു പുതിയ സംവിധാനം കൊണ്ടുവന്നിരിക്കുകയാണ്.